ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യോഗയുടെ വേറൊരു സെഷനാണ് ചെയ്യുന്നത്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാസനമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് സാഷ്ടാംഗ പ്രണാമമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ കൈകളെ നീട്ടി സാഷ്ടാംഗം പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ ഇത് വജ്രാസനമാണ്. വജ്രാസനം നമുക്ക് ഭക്ഷണത്തിന് ശേഷവും ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് വജ്രാസനം. ആ വജ്രാസനത്തിൻ്റെ ഇരിക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എക്സാമ്പിള്, നിങ്ങൾ ഇങ്ങനെ കാല് നീട്ടിയിരിക്കുവാണെങ്കിലും ഇത് ഓരോ കാല് മടക്കി കൊണ്ടുവരുക. ആദ്യം നിങ്ങളുടെ ലെഫ്റ്റ് കാലാണെങ്കിൽ ലെഫ്റ്റ് കാല് മടക്കി അതിലോട്ടിരിക്കുക. പിന്നീട് റൈറ്റ് ലെഗ് ഇതേപോലെ മടക്കി പൂറ്റിയിലേക്ക് നമ്മുടെ ബട്ടക്സ് ചേർന്ന് ഇരിക്കത്തക്കൊണ്ണം നട്ടല് നിവർത്തിയിരിക്കുക. ഇത് നമുക്ക് ആഹാരം കഴിഞ്ഞതിന് ശേഷവും ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ്. മറ്റെല്ലാ ആസനവും നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വേറെയും ആസനങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ വജ്രാസനത്തെ മാത്രം കാണിക്കുകയാണ്. ഇതേപോലെ ഇരിക്കുക, ഈ പൊസിഷനിൽ ഇരിക്കുക, നട്ടല് നേരെ ഇരിക്കുക, ബാക്ക് ബോൺ നേരെ ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബട്ടക്സ് എന്ന് പറയുന്നത് നമ്മുടെ പൂറ്റിയിലേക്ക് അമർത്തി വെക്കണം. ആ ഒരു കാര്യവും ശ്രദ്ധിക്കണം. ഈ രീതിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കൺക്ലൂഡ് ചെയ്യുവാണ്. ഇത് വജ്രാസനമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം സൂര്യ നമസ്കാരവും കാണിച്ചു. ഇന്നിപ്പം വജ്രാസനവും ഞാൻ കാണിച്ചിരിക്കുകയാണ്. ഇത് രീതിയിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്നെന്ന് പറയുന്നത് ഡൈജഷൻ നല്ലതാണ്. നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രോബ്ലം ഡൈജഷനും ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വെരിക്കോസിൻ്റെ മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ ഈ വെയിൻസ് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നത്. അതിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള വളരെ ഒരു സൊല്യൂഷനാണ് ഈ വജ്രാസനം എന്ന് പറയുന്നത്. അപ്പം ഇന്നെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇനിയും തുടർന്നും മറ്റനേകം ആസനങ്ങളുണ്ട്. അത് തുടർന്നുള്ള സെഷൻസിൽ കാണിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.